എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സുമിത്രയുടെ നാളത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ രഞ്ജിതയും അരവിന്ദനും അതുപോലെ പങ്കജും കൂടി ഇരുന്ന് ഭയങ്കര ഗാഠമായിട്ടുള്ള ആലോചനയിലാണ്. കാര്യം മറ്റൊന്നുമല്ല, പൂജ ഏകദേശം പങ്കജിന്റെ ട്രാക്കിൽ വന്ന് കഴിഞ്ഞു. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ പൂജയോടുള്ള ഇഷ്ടം നീ തുറന്നു പറയണം, അത് കല്യാണത്തിലേക്ക് എത്തിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള ഉപദേശമാണ് രഞ്ജിത മകന് കൊടുക്കുന്നത്. അപ്പം പങ്കജാണെങ്കിലോ, അമ്മേ കാര്യങ്ങൾ ഏകദേശം ഞാൻ ആ രീതിയിൽ തന്നെയാണ് എത്തിച്ചു കൊണ്ടുവരുന്നത്. പിന്നെ അവളോട് ഒരേ ഒരു കാര്യം മാത്രം എനിക്ക് ചോദിച്ചാൽ മതി, വിവാഹത്തിന് തയ്യാറാണോ എന്ന്. അവൾ തയ്യാറാകുമെന്ന് തന്നെയാണ് താൻ വിചാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഇരിക്കുന്ന ആ ഒരു സമയത്ത് പൂജ അങ്ങോട്ട് വരിക. ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കിനും പൂജയോടാണെങ്കിലോ, ആ മോളെ വാ, നീ എന്താ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുമ്പം ഇല്ല ആൻറ്റി, അതിനു മുന്നേ ഞാൻ ആൻറ്റിയോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാന്നും പറഞ്ഞ് സുമിത്ര വിളിച്ച കാര്യവും താൻ സുമിത്രയുടെ അടുത്തേക്ക് മടങ്ങി പോകുകയാണ് എന്നുള്ള കാര്യമൊക്കെ രഞ്ജിതയോട് പറയുമ്പം, മോളെ ഇത്രയും ദിവസം നീ ഇവിടെ ഉണ്ടായിരുന്നപ്പം ആൻറ്റി എത്രമാത്രം സന്തോഷിച്ചതാണ്. ഇനിയിപ്പോൾ മോൾ അങ്ങോട്ട് പോകുമ്പം ആൻറ്റിക്കത് വിഷമാവും. നിൻ്റെ അമ്മ വിളിച്ചപ്പോൾ നീ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാന്ന് പറഞ്ഞു അല്ലേ? അപ്പം ആൻറ്റി വിഷമിക്കുമൊന്നും വേണ്ട, ഞാൻ ഇനിയും വരുമല്ലോ ഈ വീട്ടിലേക്ക്. എനിക്ക് നിങ്ങളെ എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ്. പങ്കജിനെ ആണെങ്കിലും ആൻറ്റി ആണെങ്കിലും അങ്കിളിനെ ആണെങ്കിലും ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല നിങ്ങൾ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് രഞ്ജിതയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം രഞ്ജിതയാണെങ്കിൽ പൂജയോട് പറയുന്നുണ്ട്, മോളെ നീ ഉറപ്പായിട്ടും വരണം കേട്ടോ, ആൻറ്റി നിനക്ക് വേണ്ടി കാത്തിരിക്കാം, നിന്റെ തീരുമാനം എന്തായാലും മാറ്റണ്ടെന്നും പറഞ്ഞ് എന്നാ ഒരു കാര്യം ചെയ്യും, മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ, നാളെ രാവിലെ വീട്ടിൽ പോകാനുള്ളതല്ലേ എന്നും പറഞ്ഞ് അവളെ അങ്ങ് പറഞ്ഞയക്കുക. അവള് പോയ പാടെ തന്നെ രഞ്ജിത തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തു. അവളുടെ ഒരമ്മ, അവൾ ഇത്രയും ദിവസം ഇവിടെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തുടർന്നും ഈ വീട്ടിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നതെന്ന്. പക്ഷേ സുമിത്ര നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പറ്റില്ല പങ്കജ്, എന്തെങ്കിലും ചെയ്ത് ഒന്നെങ്കിൽ പൂജയുടെ പോക്ക് അത് തടയണമെന്നുള്ള കാര്യം രഞ്ജിത പറയുമ്പം പങ്കജാണെങ്കിലോ, മമ്മി അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ, അവളുടെ അമ്മ അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവൾ എന്തായാലും പോവാതിരിക്കില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു. അരവിന്ദൻ പറയാണ്, പങ്കജെ അത് നീ വിചാരിച്ചാൽ നടക്കും, നീ സ്നേഹപൂർവ്വം അവളോടൊന്ന് സംസാരിച്ച് നോക്ക്, നിനക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്, ഒരുപക്ഷെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവൾ ഇവിടെ നിന്നാലോ, അതുകൊണ്ട് നീ ആ രീതിയിലൊന്ന് സംസാരിക്കെന്നും പറഞ്ഞ് അച്ഛൻ തൻ്റെ മകനെ നല്ല രീതിയിൽ അങ്ങ് ഉപദേശിക്കുക. അപ്പോൾ പങ്കജാണെങ്കിലോ, എനിക്കതിലൊന്നും വലിയ പ്രതീക്ഷയില്ല, എന്നാൽ കൂടിയും ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം, നടന്നു എന്നും പറഞ്ഞു പങ്കജ് അവിടെ അങ്ങനെ ഇരിക്കുക. പിന്നീടാണെങ്കിലോ നമ്മുടെ പരമശിവത്തിൻ്റെ വീട്ടിലേക്ക് സിദ്ധാർത്ഥ എത്തുകയാണ്. സിദ്ധു ആണെങ്കിൽ തിരിച്ച് US പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി സിദ്ധുവിന് ശരിയാക്കാനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പരമശിവത്തെ നേരിട്ട് ചെന്ന് കാണുമ്പോൾ പരമശിവ ആണെങ്കിലോ, അല്ല എന്താ സാർ എൻ്റെ വീട്ടിൽ വന്നത്, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, എടാ ഞാൻ നിന്നെ കാണാൻ വന്നത് എന്തിനാണ് എന്നുള്ള കാര്യം നിനക്കറിയില്ലേ, ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വീടിൻ്റെ കാര്യം സംസാരിക്കാൻ തന്നെയാണ്, അതുകൊണ്ട് പരമശിവം ഇവിടെ ഇരിക്കെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞതും പരമശിവമാണെങ്കിലോ, എടോ തന്നോടല്ലേടോ ഞാൻ പറഞ്ഞത്, ഈ വീട് ഞാൻ അതെൻ്റെ രാശിയായിട്ട് തന്നെ കണ്ടിരിക്കുകയാണ്, ഈ വീട് ഞാൻ മറ്റാർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, അതുകൊണ്ട് സിദ്ധാർത്ഥെ നീ വന്നിട്ടുണ്ടെങ്കിൽ വന്ന പാടെ തന്നെ തിരികെ പോയിക്കോ എന്ന് പറയുമ്പം ഇനിയിപ്പോൾ മറ്റു മാർഗങ്ങളൊന്നുമില്ല, എന്ത് ചെയ്യാനാണ്. നമ്മുടെ പരമശിവമാണെങ്കിൽ ഇങ്ങനെ പറയുകയും ചെയ്തു. സിദ്ധാർത്ഥ അറ്റ കൈ പ്രയോഗിക്കുകയാണ്, നീ എന്നോട് കളിച്ചതും നീ ഇതുവരെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്കും ഒക്കെയുള്ള തെളിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ തെളിവുകളൊക്കെ കോടതിയിൽ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മോനെ പരമശിവം നീ കോടതിയിൽ പെട്ടത് തന്നെയാണ് എന്നുള്ള കാര്യം പറഞ്ഞതും പരമശിവത്തിന് ചെറിയ ടെൻഷനൊക്കെ ആയി. ആരൊക്കെ ചേർന്നാണ് ഈ ചതി ചെയ്തതെന്നും വളരെ വ്യക്തമായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെന്നുള്ള കാര്യവും സിദ്ധാർത്ഥ അവിടെ വെച്ച് വെളിപ്പെടുത്തുമ്പോഴത്തേക്കിനും ദീപുവും അങ്ങോട്ട് വരിക. അപ്പോൾ ദീപുവും വന്നു. ദീപുവും പറയുന്നുണ്ട്, സിദ്ധുവേട്ടനെ ചതിക്കാനായിട്ട് താനും അതുപോലെ രഞ്ജിതയും കൂടി കൂട്ടുനിന്ന കാര്യങ്ങളെല്ലാം അത് ഞാൻ കോടതിയിൽ സാക്ഷിമൊഴിയായി പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിലയത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും, അതുകൊണ്ട് സിദ്ധുവേട്ടന് ഇപ്പം നിങ്ങൾ ഈ ശ്രീനിലയം തിരികെ കൊടുക്ക്, സിദ്ധുവേട്ടന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ പണം നിങ്ങൾക്ക് തരും, അതുകൊണ്ട് നിങ്ങൾ ഇത് വലിയ നഷ്ടക്കച്ചവടമായിട്ടൊന്നും കരുതണ്ടെന്ന് പറഞ്ഞ് ഇവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുകയാണ്.
അപ്പം ആ സമയത്താണെങ്കിലോ സിദ്ധാർത്ഥ് ശരിക്കും അങ്ങ് ദേഷ്യം വന്നിട്ട് സിധു നേരെ പോയി നമ്മുടെ പരമശിവത്തിൻ്റെ കോളറിനങ്ങ് പിടിച്ചതും പരമശിവാണെങ്കിൽ ഇനി ഇവൻ്റെ അടുത്ത് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താൻ പെടും, ഇവൻ്റെ കയ്യിൽ അതിന് വേണ്ടുന്ന തെളിവുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതിയെ അങ്ങ് ഒതുങ്ങുകയാണ്. അപ്പം എന്താ നമ്മളെല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ സിദ്ധാർത്ഥ് തൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നീട് നമ്മളെ കാണിക്കുന്നതാണെങ്കിലോ നമ്മുടെ അനിരുദ്ധും സിദ്ധാർത്ഥും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതാണ്. രണ്ടാളും കൂടി വന്ന സമയത്താണെങ്കിലോ അച്ഛൻ്റെ അടുത്ത് നമ്മുടെ അനിരുദ്ധ് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛ എന്തായി, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ശ്രീനിലയെ നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പം മോനെ അതിന് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ ഇവിടെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നീ നിന്റെ അമ്മയ്ക്ക് ശ്രീനിലയെ നൽകണം. അത് അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ സുമിത്ര. ഞാൻ ഇനി അവൾക്ക് വേറൊന്നും നൽകാനായിട്ട് എനിക്ക് ഈ ജന്മം കൊണ്ട് സാധിക്കില്ലല്ലോ. ആ നഷ്ടപ്പെടുത്തിയത് അവളുടെ സ്വന്തം ശ്രീനിലയം അത് ഞാൻ അവൾക്ക് തിരികെ കൊടുക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ താക്കോലാണ് എന്നും പറഞ്ഞ് ശ്രീനിലയത്തിൻ്റെ ഡോക്യുമെൻറ്റ്സും അതുപോലെ താക്കോലും കൂടി അനിരുദ്ധിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുക. അപ്പം ഇനി എന്തായാലും ഈ നാട്ടിൽ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ തിരികെ പോവുകയാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കുറച്ച് ദിവസവും കൂടെ ഞാൻ ഈ നാട്ടിൽ തന്നെ തങ്ങിയത്. പിന്നെ നിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അവളോട് ഞാൻ ഒരുപാട് ദുഷ്ടതരവും ദ്രോഹവും ഒക്കെ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം അവളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന് കൂടി മോൻ പറയണം. അങ്ങനെ പറഞ്ഞ് തൻ്റെ മകൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ്സും അതുപോലെ വീടിൻ്റെ താക്കോലും ഒക്കെ ഏൽപ്പിച്ച് സിദ്ധാർത്ഥ അവിടുന്ന് മടങ്ങുകയാണ്. പിന്നീടാണെങ്കിലോ സുമിത്രയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ അനിരുദ്ധാണെങ്കിൽ അമ്മ വളരെ സന്തോഷമുള്ളൊരു കാര്യമുണ്ട്, അമ്മയോട് ഞാൻ വീട് മാറുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര ചോദിക്കുന്നുണ്ട്, എന്താ മോനെ എവിടെ പോവാനാണ്? അതൊക്കെ ഉണ്ടമ്മേ, എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അമ്മ കേൾക്കണം. അമ്മ എന്നോടൊപ്പം വരില്ലേന്ന് ചോദിക്കുമ്പം അതെന്ത് ചോദ്യം അനി, ഞാൻ അനിയുടെ ഒപ്പം വരില്ലേന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ ഇതാ പോവാൻ തയ്യാറാകുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ സുമിത്രയാണെങ്കിൽ പൂജയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പൂജ പെട്ടിയും സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് മടങ്ങാൻ ഒരുങ്ങുന്ന ആ ഒരു സമയത്ത് പങ്കജ് അവളുടെ റൂമിലേക്ക് ചെല്ലുക. പങ്കജിൻ്റെ ഉദ്ദേശം നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പങ്കജ് എന്തിനാണ് ചെല്ലുന്നതെന്നും എന്താവശ്യമാണ് ഉന്നയിക്കാൻ പോകുന്നതെന്നും ഉള്ള കാര്യം അതവിടെ സസ്പെൻസ് ആക്കി വെച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ സുമിത്രയെ കാണിക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിലോ എന്താണ് സുമിത്ര നീ ഇത് എവിടെ പോകാൻ തുടങ്ങുകയാണെന്നും ചോദിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും സുമിത്ര പറയുന്നുണ്ട്, അതെ അനിരുദ്ധിന് എവിടെയോ പോകണമെന്ന് പറഞ്ഞു, അവനോടൊപ്പം ഞാൻ ചെല്ലാനും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് വാ, എന്താണ് വീട് നോക്കാനാണോ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ലമ്മേ, അവൻ എവിടെയോ വരാനാ പറഞ്ഞിരിക്കുന്നത്, സ്ഥലം ഏതാണെന്നോ എന്താണെന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ സുമിത്രയുമായിട്ട് നമ്മുടെ അനിരുദ്ധ് കാറിൽ കയറി അവർ യാത്ര ചെയ്യുന്ന ആ ഒരു സമയത്തും സുമിത്ര ചോദിക്കുന്നുണ്ട്, മോനെ അനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതൊക്കെ ഉണ്ടമ്മേ, അതൊക്കെ സർപ്രൈസാണ്, പക്ഷേ ഞാൻ പറയുന്ന കാര്യം അമ്മ കേൾക്കണം കേട്ടോ. അമ്മ കണ്ണുകളൊക്കെ മെല്ലെ അടച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്, ഞാൻ പറഞ്ഞാൽ മാത്രമേ അമ്മ കണ്ണ് തുറക്കാവുള്ളൂ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലും കണ്ണ് തുറക്കരുത് എന്നും പറഞ്ഞ് സുമിത്രയോട് കണ്ണടച്ചിരിക്കാൻ ആവശ്യപ്പെടുകയാണ്. സുമിത്ര അതുപോലെ തന്നെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രീനിലയത്തിൻ്റെ വീട്ടുപടിക്കലെത്തി അനിരുദ്ധ കാറിൽ നിന്നും ഇറങ്ങി തൻ്റെ അമ്മയെ പതിയെ ഇറക്കി. അപ്പം സുമിത്ര അപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെ പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം അനിയുടെ കൈ പിടിച്ച് സുമിത്ര ശ്രീനിലയത്തിൻ്റെ പടി ചവിട്ടുമ്പോഴത്തേക്കിനും സുമിത്രയ്ക്കാണെങ്കിൽ ഇനി അമ്മ കണ്ണ് തുറന്നു കേട്ടോ എന്ന് അനിരുദ്ധ പറയുകയാണ്. പെട്ടെന്ന് കണ്ണ് തുറന്നതും സുമിത്രയ്ക്ക് എന്തൊക്കെയോ മനസ്സിൽ കൂടി ഇങ്ങനെ മിന്നി മറയാണ്. തൻ്റെ അച്ഛൻ, തൻ്റെ അമ്മായിയച്ഛനാണെങ്കിൽ കൂടിയും അച്ഛൻ തനിക്ക് വേണ്ടി തന്നതാണ് ഈ സ്വർഗം. അപ്പോൾ ഈ സ്വർഗത്തിൽ നിന്നുമാണ് താൻ പോയതെന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് അവളുടെ കണ്ണും മനസ്സും ഒക്കെ ഒരുപോലെ നിറയുകയാണ്. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് എന്തായാലും നമ്മുടെ സുമിത്രയ്ക്ക് ശ്രീനിലയം തിരികെ ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ അനിരുദ്ധും അതുപോലെ സരസ്വതി അമ്മയും പിള്ളേരും ഒക്കെ കൂടി വളരെ സന്തോഷമായിട്ട് ആ വീട്ടിൽ ജീവിക്കണമെന്ന് നമ്മുടെ സിദ്ധു ആഗ്രഹിച്ചല്ലോ. സിദ്ധാർത്ഥിൻ്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കിനും ഇപ്പറയാണെങ്കിലോ നമ്മുടെ രഞ്ജിതയ്ക്ക് വൻപൻ തിരിച്ചടിയൊക്കെ കൊടുത്തുകൊണ്ട് പൂജ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ്. പങ്കജിനോട് തനിക്കുള്ളത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് എന്നുള്ള രീതിയിൽ പൂജ സംസാരിക്കുമ്പോൾ പങ്കജ് ഇത്രയും ദിവസം ചെയ്തു കൂട്ടിയതൊക്കെ വെള്ളത്തിലാകുകയാണ്. അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.